സഭ ഭയക്കണം അല്ലെങ്കിൽ സഭയ്ക്ക് ഭയമുണ്ടാകണം എന്നത് സഭയിലെ ആർച്ച് ബിഷപ്പുമാരുണ്ട്, ബിഷപ്പുമാരുണ്ട്, നേതൃത്വം വഹിക്കുന്നവരുണ്ട്. CBCIയുടെ പ്രസിഡന്റ് അടക്കം ഇപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സഭയ്ക്കില്ലാത്ത ഭയം സഭയുടെ ഉള്ളിലേക്ക്, അതും ഈ ക്രിസ്മസ് കാലത്ത് സഭാ മക്കളുടെ വിശ്വാസികളുടെ ഉള്ളിലേക്ക് കുത്തിനിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുടിലമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെല്ലാം അതിൻ്റെ ഭാഗമായാണ്. അത് കൃത്യമായി ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് ക്രിസ്മസ് കാലത്ത് ആ ചർച്ചകൾ നടത്തുകയാണ്, ഈ വിഷയത്തെ സജീവമാക്കി നിർത്തുകയാണ്. പാലക്കാട്ടുണ്ടായ 2 സംഭവങ്ങളുടെ പേരിൽ അത് കേരളത്തിൽ മുഴുവൻ അങ്ങനെയാണ് എന്ന ഒരു ധ്വനി ഉണ്ടാക്കാനുള്ള ഒരു നീക്കം ബോധപൂർവം തന്നെ നടക്കുന്നുണ്ട്. അതിനെ ഞാൻ ആദ്യം തന്നെ തള്ളി പറയുകയാണ്. കാരണം അത്തരമൊരു നീക്കം ക്രൈസ്തവർക്കെതിരെ നടക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ക്രൈസ്തവ സമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട്, ക്രൈസ്തവ സഭാ പിതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് കാട്ടിക്കൊണ്ട്, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ക്രൈസ്തവ സമൂഹത്തെ തങ്ങളുടെ ഒപ്പം നിർത്താൻ കഴിയുക എന്നത് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ഒരു കുടില നീക്കമാണ്, കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരുടെ ഒരു നീക്കമാണ്. ഇപ്പോൾ ഇത് സജീവ ചർച്ചയാക്കി മാറ്റുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് നിർദ്ദേശിച്ചുവെന്ന് KC വേണുഗോപാൽ പറയുകയാണ്. പ്രധാനമന്ത്രിയുമായിട്ടുള്ള സംഭാഷണത്തിൽ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ സംസാരിച്ചു, എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾക്ക് അനുകൂലമായ സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയെ ക്ഷണിച്ച മാർ ആൻഡ്രൂസ് താഴത്ത് അതുകൊണ്ടാണ് ഇന്ന് കൃത്യമായി മറുപടി പറയേണ്ടി വന്നത്. കാരണം ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്ക് മുഴുവൻ, സഭയുടെ പിതാക്കന്മാർക്ക് എല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ട് എന്താണ് അവിടെ നടന്നതെന്ന്, എന്താണ് അവിടെ ഉണ്ടായ സംഭാഷണങ്ങളെന്ന്. ഇതിലിപ്പോൾ ഈ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനം മെത്രാപ്പൊലീത്ത യുഹാനോൻ മിലിത്തിയോസ് തിരുമേനി പറഞ്ഞ വാചകങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. അദ്ദേഹം ഇടതുപക്ഷ അനുഭാവമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് അടുത്തു നിൽക്കുന്ന പ്രസ്താവനകൾ സ്ഥിരമായി നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇതാദ്യമായല്ല അദ്ദേഹം ഇങ്ങനെയൊരു പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്നതും. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു, ഈ ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആദ്യം തുടക്കമിടുന്നത്. അതിനുശേഷം നമ്മൾ ആ അദ്ദേഹത്തോട് പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കടുപ്പിച്ച് പറയുകയാണ്. അപ്പോൾ തന്നെ അതിനുശേഷം നമ്മൾ നേരെ ഇദ്ദേഹം ഇങ്ങനൊരു അഭിപ്രായം പറയുമ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു നയവും നിലപാടും അതാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ തന്നെ നമ്മൾ ലൈവിൽ കണക്ട് ചെയ്യുകയാണ് കോട്ടയം ഭദ്രാസനാധിപനെ. അദ്ദേഹം ഒരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം, ഒരു ആലോചനയ്ക്ക് പോലും ഇടയില്ലാത്തവണ്ണം കോട്ടയം ഭദ്രാസനാധിപൻ ഇന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞത് ഇത് സഭയുടെ നിലപാടല്ല, അത് മിലിത്തിയോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്ക് പറഞ്ഞ അഭിപ്രായമാണ്. അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നത് ഇന്ന് ഇപ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും വരുന്ന അഭിപ്രായമാണ്. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടേത്. അദ്ദേഹമാണ് സഭയുടെ നയവും നിലപാടും പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്താണ് എന്ന് ഞാൻ പറയാം. തൃശൂർ ഭദ്രാസനാധിപൻ നരേന്ദ്രമോദി പങ്കെടുത്ത വിരുന്നിനെക്കുറിച്ച് നടത്തിയ വിമർശനം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സഭയുടെ അധ്യക്ഷൻ തന്നെ തള്ളി പറയുകയാണ് മിലിത്തിയോസ് തിരുമേനിയെ. ഇനിയിപ്പോൾ നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മിലിത്തിയോസ് തിരുമേനിയെ പിന്തുണച്ചുകൊണ്ട് വരുന്ന അഭിപ്രായങ്ങൾ അത് ചില കേന്ദ്രീകൃതമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. സഭയുടെ അഭിപ്രായം പറയേണ്ട, കൃത്യമായി സഭയ്ക്ക് ഒരു ഓറിയന്റേഷൻ നൽകേണ്ട വ്യക്തി തന്നെ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷന്റെ വാക്കുകളിൽ തന്നെ എല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ പുൽക്കൂട് തകർക്കുന്നതായാലും ക്രിസ്മസ് കാരളോ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളോ തടസ്സപ്പെടുത്തുന്നതോ നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല കാര്യം അല്ല. അത് ആരാണ് ചെയ്തതെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അത് ചെയ്തത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളുകളാണ് എന്ന് കരുതി അവരെ പിന്തുണയ്ക്കാൻ ഒരാൾ പോലും, BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഉണ്ണിസാർ ഘോരഘോരം ആക്രമിച്ചത്. ഇന്ത്യയിൽ സുരക്ഷിതരല്ല BJP ഭരിക്കുമ്പോൾ, ക്രൈസ്തവ സഭയിലെയും അതുപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും ഒട്ടും അവർക്ക് അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത്, തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നു എന്നത് അങ്ങ് പറയുന്നേ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു ആശങ്കയുണ്ടെങ്കിൽ ക്രൈസ്തവ സഭകളിലെ ഏതെങ്കിലും ഒരു സഭയുടെ പരമാധ്യക്ഷൻ അങ്ങനെ ഒരു അഭിപ്രായം പറയണ്ടേ? അത് ഈ മണിക്കൂർ വരെ വന്നിട്ടില്ല. അത് അങ്ങയുടെ മാത്രം അഭിപ്രായമാണ്, അല്ലാതെ ഒരിക്കലും സഭയുടെ അഭിപ്രായമായി ഞാൻ അതിനെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ സഭയുടെ അധ്യക്ഷന്മാരൊക്കെ കൃത്യമായ അഭിപ്രായം പറയുന്നവരാണ്. അവർ പറഞ്ഞ അഭിപ്രായം എന്താണ് എന്ന് കൂടി നോക്കൂ. മാർ ആൻഡ്രൂസ് താഴത്ത് ഇന്ന് കൃത്യമായി പറയുന്ന മറുപടി എന്താണ്? ഇന്ത്യയിൽ സർവ്വമതങ്ങൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. ആ രീതിയിലുള്ള ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ക്രിസ്മസ് പുൽക്കൂട് ആക്രമിക്കുന്നതിന് ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അത് തന്നെയാണ് എല്ലാ BJP നേതാക്കളും ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചില ഫ്രിഞ്ച് എലമെന്റ്സ് ആണ്. ഇപ്പോൾ BJPയുടെ ഒന്നും ഭാരവാഹിത്വത്തിലോ ഒന്നുമുള്ള വ്യക്തികളല്ല VHPയുടെ 3 ആളുകൾ. അവർ BJPയുമായി അല്ലെങ്കിൽ BJPയുടെ നേതാക്കളുമായി ബന്ധമുള്ള ആളാണെന്നൊക്കെ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ പറഞ്ഞു നടക്കുന്നതല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അത് ഏറ്റെടുത്തുകൊണ്ട് പറയുന്നത് നമ്മൾ കാണുന്നില്ല. എല്ലാ മതങ്ങളിലും, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എല്ലാ മതങ്ങളിലും ചില ഗ്രൂപ്പുകളുണ്ട്. അവർ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അവർ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ആകെ
കുഴപ്പമാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ നോക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആൻഡ്രൂസ് താഴത്ത് തുടർന്ന് പറയുന്നുണ്ട്, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഞങ്ങൾ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ഈ ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ആഘോഷത്തിലെ പ്രധാനപ്പെട്ട അതിഥി. 27-ാം തീയതി നടക്കുന്ന മറ്റൊരു ചടങ്ങിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വി.ഡി. സതീശനെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി വരുമ്പോൾ മാത്രം നരേന്ദ്രമോദി അവിടെ കാണിക്കുന്നത് കാപട്യമാണ് എന്ന് ഒരാൾ പറയുമ്പോൾ അത് പൊതുവൽക്കരിച്ച സഭകളുടെ എല്ലാം അഭിപ്രായമാണ് എന്ന രീതിയിലുള്ള പ്രതീതി ജനിപ്പിക്കുന്നത് ശരിയല്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ഒരിടത്തും ക്രൈസ്തവ സഭ ആക്രമണത്തിന് വിധേയമാകുന്നില്ല. എപ്പോഴും മണിപ്പൂർ എന്നെടുത്ത് പറയുമല്ലോ, മണിപ്പൂരിൽ നടക്കുന്നത് കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ആ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ക്രൈസ്തവ സഭ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീണ്ടും അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു, ഹിന്ദുത്വ ദേശീയതയെക്കുറിച്ചൊക്കെ അങ്ങ് പറയുന്നത് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയല്ല നടക്കുന്നത്. ഇന്ത്യയിൽ ഒരിടത്തും ആ രീതിയിലുള്ള ഒരു ആക്രമണം നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് എന്തുകൊണ്ടാണ് എന്ന് കൂടി CBCIയുടെ അധ്യക്ഷൻ പറയുന്നുണ്ടല്ലോ. മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നു, BJPയുടെ പ്രതിനിധിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചതെന്ന്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പങ്കെടുക്കുകയും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം വിവിധ കത്തോലിക്ക സഭകളുടെ, ഇപ്പോൾ മിലിത്തിയോസ് തിരുമേനി ഇങ്ങനെ പറയുമ്പോൾ മിലിത്തിയോസ് തിരുമേനിയുടെ സഭയിൽ നിന്നുള്ള പ്രതിനിധിയടക്കം ആ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തതാണ്. വിവിധ പ്രമുഖരടക്കം 300ഓളം പേർ പങ്കെടുത്ത പരിപാടിയാണ്. സ്നേഹവും സാഹോദര്യവുമാണ് യേശുക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ആ സന്ദേശത്തിൽ ഒന്നിച്ചു ചേരാനായി ശ്രമിക്കുമ്പോൾ അത് BJPയോട് അടുക്കലാണ് എന്ന് കരുതി വിറളി പിടിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കാണാറുണ്ട്. എന്തായാലും ക്രൈസ്തവ സമൂഹത്തിന് അങ്ങനെ ഒരു വിശ്വാസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇത്രമാത്രം കുടില ബുദ്ധിയോടെ അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ BJP ആണെന്ന് വരുത്താൻ ശ്രമിക്കുക, അതൊരു ശരിയായ നീക്കമല്ല. അതിനോട് എനിക്ക് താല്പര്യവുമില്ല. Meet the editors.